കോടതിയിൽ വിശാഖ് സുബ്രഹ്മണ്യത്തിനും ട്രീസയ്ക്കും അനുകൂലമായി വാദിക്കുന്ന പുത്രൻ വക്കീൽ. ഭദ്രയെ സംരക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം വിശാഖിനും ട്രീസയ്ക്കുമെതിരെ ശ്രീറാം കേസെടുത്തതാണെന്ന് പുത്രൻ വക്കീൽ. ഇതിനെ ഖണ്ഡിക്കുന്ന ശ്രീറാം ചന്ദ്രശേഖർ. മുമ്പ് ഭദ്രയ്ക്ക് അനുകൂലമായി വാദിച്ച നിങ്ങൾ പിന്നെ എന്തിനാണ് അവർക്കെതിരെ വാദിക്കുന്നതെന്ന് കോടതി പുത്രൻ വക്കീലിനോട് ചോദിക്കുന്നു. അവരുടെ പെരുമാറ്റ രീതികൾ ശരിയല്ലാത്തതുകൊണ്ടാണ് താൻ ആ വക്കാലത്ത് ഒഴിഞ്ഞതെന്ന് കോടതിയോട് പുത്രൻ വക്കീൽ. ഭദ്രയ്ക്ക് വേണ്ടി വാദിക്കാൻ അഭിരാമി എന്ന പുതിയ വക്കീൽ വരുന്നു. ശ്രീറാമിനും ഭദ്രയ്ക്കുമെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് ഭദ്രയുടെ മൊഴിയെടുക്കാൻ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അഭിരാമി കോടതിയോട് ആവശ്യപ്പെടുന്നു. ഇതിനെ എതിർക്കുന്ന പുത്രൻ വക്കീൽ ഒടുവിൽ വിശാഖിനെ ജാമ്യത്തിൽ വിടാനും ഭദ്ര മഹേന്ദ്രനെ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്താനും കോടതി ഉത്തരവിടുന്നു. അപർണയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവരാൻ വിശാഖിനോട് പറയുന്ന സേവ്യർ. ഭദ്രയെ കാണാൻ വരുന്ന സേവ്യർ അപർണയെയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ജോൺ സേവ്യറാണ് അപർണയുടെ യഥാർത്ഥ അച്ഛനെന്ന് താൻ അപർണയോട് തുറന്നു പറയുമെന്നും ഭദ്രയോട് സേവ്യർ. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക്. ഈശ്വരൻ സാക്ഷിയായി ഇനി 15 എപ്പിസോഡുകൾ മാത്രം. എന്തിനാ അവൾ ജീവിക്കുന്നേ? എനിക്കും എന്റെ കുടുംബത്തിനും ഇല്ലാത്ത ജീവിതം അവൾക്കെന്തിനാ? അവൾ തീരണം അവള്. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അരുത്, അവള് ഞാനങ്ങനെ ചെയ്യണ്ടായെങ്കിൽ, നെഞ്ചു പൊട്ടി നിങ്ങളുടെ മകള് സ്വയം തീരണ്ടായെങ്കിൽ നിങ്ങൾ പോയി അവളെ വിളിച്ചോണ്ടുവാ. അവളെയും കുഞ്ഞിനെയും ഇവിടെ വിളിച്ചോണ്ടുവാ. ബാക്കിയൊക്കെ എനിക്ക് വിട്, ഞാൻ നോക്കിക്കോളാം ആ കുഞ്ഞിന്റെ കാര്യം. എത്ര ഒളിച്ചു വെച്ചാലും എന്നായാലും എപ്പോഴായാലും ഈ സത്യം ഈ ലോകം അറിയും. അന്നാ കുഞ്ഞ് അവൻ കേൾക്കേണ്ടി വരുന്ന അധിക്ഷേപവും പരിഹാസവും അവന് താങ്ങാൻ പറ്റില്ല. അവൻ ചത്തുകളയും. അവൻ എൻ്റെ ജോണച്ചായൻ്റെ രക്തമാണ്, എൻ്റെ ജോണച്ചായൻ്റെ കൊച്ചുപോൻ. അവനെ അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് വേണം. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നിങ്ങൾ ആ കുഞ്ഞിനെ ഒന്ന് വിളിച്ചോണ്ടുവാ. മകളെയും കൊച്ചുമോനെയും സ്നേഹത്തോടെ വിളിച്ചോണ്ട് വന്ന് നിങ്ങൾ ഈ വീട്ടിൽ നിർത്തണം. നിങ്ങളുടെ കൂടെ അവരിനി നിൽക്കേണ്ടെന്ന് പറഞ്ഞത് നിങ്ങളവരെ കൺവിൻസ് ചെയ്യിക്കണം. നിങ്ങൾക്കത് പറ്റും. നിങ്ങൾ പറയുന്നത് അവൾ കേൾക്കും. ഞാൻ വന്നതും കണ്ടതും പറഞ്ഞതും ഒന്നും അവൾ അറിയരുത്. ഇനി ഇതൊക്കെ അവസാനിപ്പിക്കാൻ അതേ ഉള്ളു മാർഗം. അതുമാത്രമാ. മനസ്സിലായോ? ഞാൻ വളർത്തിക്കൊള്ളാം അവനെ. എനിക്ക് വേണോ അവനെ? ഭദ്രേ, ഇന്ന് തന്നെ വേണം. ഇനി ഒരു ദിവസം പോലും വൈകരുത്. സാറേ, അത് എവിടെ വെക്കണ്ടേ? അതൊക്കെ ആ കിച്ചനടുത്ത് വെച്ചേക്ക്, ബാക്കിയൊക്കെ പിന്നെ എടുക്കാം. ആ, സുരേഷേ, ക്വാർട്ടേഴ്സിൽ നിന്നും ബാക്കിയില്ലല്ലോ? ഇല്ല സാർ, എല്ലാം ഷിഫ്റ്റ് ചെയ്തു. ആ, ഇനി പുറത്തിറങ്ങി നടക്കുന്നൊക്കെ സൂക്ഷിച്ച് വേണം. ആ ബുൾഡോസർ കറങ്ങി പിടിച്ച് നടക്കുന്നുണ്ട്. അടിയിൽ ചെന്ന് വിട്ട പൊടി പോലും കാണത്തില്ല. ക്ലച്ചും ബ്രേക്കൊന്നും വേണ്ടാന്ന് കോടതി കൂടെ പറഞ്ഞേക്കുക. ഒന്ന് സൂക്ഷിക്കണം. ആ ആമി, ഇത് എവിടാ സാറേ? ഇനി ഇത് എങ്ങോട്ടാ തിരിയണ്ടേ? അമ്പലം കഴിഞ്ഞോ? അമ്പലവും കഴിഞ്ഞു, പള്ളിയും കഴിഞ്ഞു, അത് കഴിഞ്ഞുള്ള കുഴിയും കഴിഞ്ഞു. പള്ളിയും കഴിഞ്ഞോ? ആ എന്നാ പിന്നെ എത്തറായി. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട്. അതിലൂടെ ചേർന്നിരിക്കുന്ന വീടാ. ആ, ഞാൻ പുറത്തോട്ടിറങ്ങാം. ആ, ശരി ശരി. മഴയുണ്ടോ അങ്ങോട്ടൊക്കെ? എപ്പോഴാ തിരിച്ച്?
എന്തുവാ മാഷേ, വഴിയെല്ലാം കുണ്ടും കുഴിയായിട്ട് കിടക്കുവാണല്ലോ. പൊതുമരാമത്ത് വകുപ്പൊന്നും ഇല്ലേ നിങ്ങളുടെ നാട്ടില്? എല്ലാ വകുപ്പും ഉണ്ട്. അവിടെ മഴയുണ്ടോ? പിന്നെ ഭയങ്കര മഴ. വാ സുരേഷ്. ആ വരുന്നു സാർ. ഇതാണ് സുരേഷ്, അറിയില്ലേ? ഓ, എന്നും പറഞ്ഞിട്ട് നന്നായിട്ട് അറിയാം. നിന്റെ മാൻ ഫ്രൈഡേ ആണല്ലോ. ലഗേജ് ഉണ്ടോ മാഡം? ഞാൻ എടുത്തോളാം, ഇല്ല സാരമില്ല. ഞാൻ എടുത്തോളാം. വാ. കിടിലം വീടാണല്ലോ. സസ്പെൻഷനിലാണെങ്കിലും സെറ്റപ്പിന് ഒരു കുറവുമില്ല. ഹാ, കാർന്നവന്മാരുണ്ടാക്കി ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്തോന്ന് പേടിക്കാനല്ലേ. എന്തായാലും നിനക്കിപ്പോ സമാധാനമായല്ലോ. ജോലിയും പോയി, വീട്ടിൽ കയറി ഇരിപ്പുപോയി. നീ ഈ തറ പോലീസുകാരുടെ സ്വഭാവം കാണിച്ചോണ്ടല്ലേ ഇങ്ങനെ കുഴി ചാടി കൊടുത്തത്. അതെ, നിന്റെ ഈ സ്റ്റഡി ക്ലാസ് ഒന്ന് നിർത്ത്. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക അത് പറ. ഞാനാരാ? എനിക്കെന്താ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മാജിക് അറിയാമോ? എന്റെ കയ്യിൽ ആകെയുള്ളത് നീ അയച്ചെന്ന ഡേറ്റാസാ. അത് വെച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒട്ടും പ്രിപ്പയർഡ് ആവാതെ കോടതി കയറുന്നത്, അത് നിന്റെ കാര്യത്തിന്. പക്ഷേ ആമി, ഞാനിവിടെ അത്രയും പെട്ടുപോയതുകൊണ്ടാ നിന്നെ ബുദ്ധിമുട്ടിച്ചത്. അല്ലെങ്കിൽ ഇതുവരെ ഇങ്ങനെ എന്റെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ബോധർ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയാം ജീനു. സാർ, ആ, ഇത് എവിടെ വെക്കേണ്ടത്? ഇങ്ങോട്ട് വെച്ചോ. എന്റെ മുറിയേതാ? മേള വാ. തന്നേക്ക് സുരേഷ്. ഞാൻ ഹോട്ടലിൽ നിന്ന് ചീനുവിന്റെ വീട്ടിലേക്ക് മാറി. ഇവിടെ ഇവന്റെ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. കുറച്ച് സമയം പിടിക്കൂടാ. ആദ്യമായിട്ട് ഈ കടുവ വിളിച്ചൊരു സഹായം ചോദിച്ചതല്ലേ, കേൾക്കാതിരിക്കുന്ന എങ്ങനെയാ? കുറച്ച് നാളത്തേക്ക് എന്നെയൊന്ന് മിസ് ചെയ്യണ്ട സാറേ. എന്നും അടുത്ത് കിടക്കുന്നോണ്ടാണല്ലോ നമ്മുടെ ഒരു വില മനസ്സിലാവാത്തത്. ഇത്തിരി ഡിമാൻഡൊക്കെ കൂടട്ടേന്നേ. ചിനുവിന് കൊടുക്കാം. ഡാ, ദേ നവീന. ആ ആ നവീൻ. ഓ, പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏയ്, അതിന്റെ ഒന്നുമല്ല. ജോലിയൊന്നും നമുക്ക് വിഷയമല്ലല്ലോ. നമുക്ക് 100% ഷുവറായിട്ടുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴുള്ള വിഷമമുണ്ടല്ലോ, അതിന്റെ കുഴപ്പം. ആ, തന്റെ പെണ്ണുമ്പിള്ള വന്ന് കയറിയപ്പോഴേ പറഞ്ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കുറച്ചാൾ വേണ്ടി വരും. എന്തൊക്കെയായാലും താൻ കുറച്ചാൾ ഫ്രീ ആയി കിട്ടിയില്ലേ? വേണമെങ്കിൽ ഒന്ന് വേല ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ട്രൈ ചെയ്യുന്നോ? ദേ ഇങ്ങന്നെ ഞാൻ കൊടുക്കാം. മര്യാദക്ക് വീട്ടിൽ അടങ്ങിയിരുന്നോളണം. പഴയ സ്വഭാവം പുറത്തെടുക്കരുതേ. ഞാനവിടെ സ്പൈ വർക്കിന് ആളെ നിർത്തിയിട്ടുണ്ട്. അനങ്ങിയാ ഞാൻ അറിയും. ഓക്കേടാ, ഞാൻ വിളിക്കാം. അപ്പോ ഇതാണ് എന്റെ റൂം അല്ലേ? ഞാനൊന്ന് ഫ്രഷ് ആവും. ഓ അതെ, അങ്ങനെ കുടിക്കാതെങ്കിലും വേണം. കുടിക്കാൻ മാത്രം നോക്കണ്ട, കഴിക്കാനും എന്തെങ്കിലും എടുത്തോ. നല്ല വിശപ്പുണ്ട്. ആയിക്കോട്ടെ. നിന്നെ ഞാൻ സമ്മതിച്ചു ചീനു. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. വളരെ സീരിയസ് ക്രൈമാണ് നീ ചെയ്തിരിക്കുന്നത്. അപ്പോ ഗീതികയാണ് യഥാർത്ഥത്തിൽ ആ ക്രൈം ചെയ്തത്. ഗീതികയ്ക്ക് വേണ്ടി ഭദ്ര ആ കുറ്റം ഏറ്റെടുത്തു. പക്ഷെ ഉള്ളത് പറയാലോ, ഇത് കേട്ടപ്പോഴേ നിന്നോടൊരു റെസ്പെക്ട് ഒക്കെ എനിക്ക് തോന്നി. ആ കുട്ടിയോട് തോന്നിയ സെന്റിമെന്റ്സ് എല്ലാം വളരെ ഇന്റലിജന്റ് ആയ ഒരു ക്രിമിനൽ ഈ ക്രൈമിന് പിന്നിലുണ്ട്. ഒരു പൊട്ടും പൊടിയും എങ്ങും ശേഷിപ്പിക്കാതെ മറ്റുള്ളവരെ കളിപ്പിക്കുന്ന ഒരാൾ. ആ ക്രിമിനൽ അത് അവനായാലും ശരി അവളായാലും ശരി എന്നെ അടക്കം ഒരു ചെസ് ബോർഡിലെ കരുക്കൾ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഗീതയെ അറസ്റ്റിലായാൽ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇല്ലാതാവും. അതൊഴിവാക്കാനാ. പക്ഷേ ട്രീസ ആയിരുന്നില്ലേ നിന്റെ പ്രൈം സസ്പെക്ട്? ട്രീസയ്ക്ക് പങ്കുണ്ട്. സേവിയറും കൃത്യമായി ക്രൈമിൽ ഇൻവോൾവഡ് ആണ്. പക്ഷേ സേവിയറെ നിയന്ത്രിക്കുന്ന മറ്റൊരു മാസ്റ്റർ ബ്രെയിൻ കിടന്ന് വർക്ക് ചെയ്യുന്നു അണ്ടർഗ്രൗണ്ടിൽ. ഗീതയെ കൊണ്ട് അവളാണ് ആ കുറ്റം ചെയ്തതെന്ന് സ്വയം വിശ്വസിപ്പിക്കുന്ന തരത്തിൽ അതിബുദ്ധിയുള്ള ഒരാൾ. പക്ഷേ ട്രീസയുടെ മരണം അതോ? അതൊരു പ്ലാൻ മർഡറാ. ആരോ കളിച്ചു. അതിന്റെ പിന്നിൽ എനിക്ക് സേവിയറിന് സംശയമുണ്ട്. പക്ഷെ ഹാർട്ട് അറ്റാക്ക് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണമെങ്കിൽ അതിനാണോ പാട്? ആരൊക്കെയോ സേവിയറിന് ആരൊക്കെയോ കളിക്കുന്ന ഒരു കളി. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ് അത്. പക്ഷെ ട്രീസയെ കൊല്ലേണ്ട കാര്യം ആർക്കാ? അതാരായാലും അവരതുകൊണ്ട് 2 കാര്യം നേടി. ഒന്ന്, ട്രീസ വഴി അവരിലേക്ക് എത്താമായിരുന്ന തെളിവിന്റെ ആ കണ്ണിയെ വെട്ടിമുറിച്ചു മാറ്റി. എന്നെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്താനും കഴിഞ്ഞു. അവരുടെ ഉദ്ദേശം സാധിച്ചില്ലേ?
പക്ഷെ ഇതൊക്കെ നിനക്കെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? സർവീസിൽ നിന്ന് പുറത്തു നിന്നിട്ട് നിനക്ക് ചെയ്യാൻ കഴിയുന്നതിന് ലിമിറ്റേഷൻസ് ഇല്ലേ ചീനു? എനിക്കറിയാം, പക്ഷേ ഇതെനിക്കൊരു വാശിയാണ്. എന്നെ പോലെ ഒരുത്തനെ 1 വർഷം ചക്രശ്വാസം വലിപ്പിച്ചിട്ട് അവസാനം കട്ടയും പോടോ മടക്കിച്ച് പുറത്തിരുത്തിയെങ്കിൽ ആ കുറ്റവാളി വളരെ വളരെ മിടുക്കനാണ്, അല്ലെങ്കിൽ മിടുക്കിയാണ്. ആ വ്യക്തി തൊട്ടു പിന്നിൽ നിന്ന് എന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നു, പരിഹസിക്കുക. ആ അറിവ് വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. ഇപ്പൊ ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ഈ അന്വേഷണം ഇങ്ങനെ തുടർന്നാൽ ഞാൻ ചെന്നുവിടാൻ ചാൻസുള്ള കുറെ നിയമക്കുരുക്കളുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് നിന്റെ സഹായം വേണം. ഉറപ്പായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പുറത്ത് മൂപ്പിച്ച് വീറിപ്പിച്ച് നിൽക്കുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി തോറ്റുപോയെന്നൊരു ഫീലാ. ചീനു, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ ശരി മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ആ ശരി ഒരു ദിവസം നിന്നെ സത്യത്തിൽ കൊണ്ടെത്തിക്കും. എനിക്കത് ഉറപ്പാ. ഒരു മിനിറ്റ്. പക്ഷെ എനിക്കും നീ അവിടെ പോകുന്ന ഇഷ്ടമുണ്ടായിട്ടല്ല പോ. പക്ഷെ ഇവിടെ സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. എന്ന് കരുതി ഞാൻ അവിടെ പോയി നിൽക്കണം അവരുടെ കൂടെ? ഇവിടെ നിന്ന് അത് അപകടമാ. ഏത് നിമിഷം അയാൾ കയറി വരും. സേവിയർ. നമുക്കൊന്നും അയാളോട് പറയാനുള്ള സ്പേസ് ഇല്ല. നിഖിലിന്റെ അച്ഛൻ്റെ വലിയ ഫ്രണ്ടല്ലേ. നിഖിലിന്റെ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഇവിടെ എന്തും നടക്കത്തുള്ളൂ. പക്ഷെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങോട്ടേക്കില്ല. ഇതിനേക്കാൾ നല്ലത് അച്ഛൻ്റെ കൂടെ പോയി നിൽക്കുന്നത്. ഈ സ്ത്രീയുടെ കൂടെ പോയി നിൽക്കുന്നതിനേക്കാൾ ഭേദം അതാ. കൊള്ളാം. പക്ഷെ അവിടെ പോയി നിന്നാലേ പിന്നെ എല്ലാം അതോടെ തീർന്നു. അവിടെയാണ് ഇപ്പോൾ ആ സേവിയറിന്റെ താമസം. ഏത് നിമിഷം അമ്മാവിന്റെ കൂടെ അയാള്. അവിടെയാണോ നീ കുഞ്ഞിനെ കൊണ്ട് നിൽക്കാൻ പോണേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം. നിങ്ങൾ ആരും അന്വേഷിക്കണ്ട. നിങ്ങൾ എന്തിനാ എന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കുന്നത്? നിന്നെ അങ്ങനെ ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കാൻ പറ്റുമോ? വെല്ലിമ്മയുടെ അടുത്ത് തന്നെ നിൽക്കുന്നത് നിനക്ക് നല്ലത്. അവിടെ ആ സേഫ്. അവിടെ ആകുമ്പം വേറെ കുഴപ്പമൊന്നുമില്ല. വെല്ലിമ്മ ഒരിക്കലും നിന്റെ കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ നോക്കത്തില്ല. എങ്ങനെ വിശ്വസിക്കും? എന്റെ ജൂഡിനെ കൊന്നത് അവരല്ലേ. അവരാ എന്റെ ജൂഡിനെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു നടന്നത്. അവരെ എനിക്ക് വിശ്വാസമില്ല. അപ്പോ നീ വിചാരിക്കുന്ന പോലെ അല്ല. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകളാ. അതെല്ലാം സേവിയറിന്റെയും ട്രീസയുടെയും പ്ലാനിങ് ആയിരുന്നു നിനക്ക് മനസ്സിലായതല്ലേ. നീയും മീനും കൂടി അല്ല അതൊക്കെ എന്നോട് പറഞ്ഞത്. എന്നിട്ടാണോ ഇപ്പോ? എല്ലാവരും ഇപ്പൊ അവരുടെ സൈഡല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അങ്ങ് ഒഴിവാക്കണം. ഞാൻ പോയേക്കാം. അപ്പോ അങ്ങനല്ല. പിന്നെ എങ്ങനെയാ? ആ വീട്ടിൽ പോയി നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ. പക്ഷെ എനിക്കിപ്പോ എല്ലാം ഒരുപോലെയാ. ആത്മഹത്യയും ജീവിതവും ഒക്കെ. ഞാൻ നിന്നോളാം. എവിടെ വേണമെങ്കിലും പോയി നിൽക്കാം. നിങ്ങൾ പറയുന്ന ഏത് നരകത്തിൽ വേണമെങ്കിലും പോയി നിൽക്കാം. അതാണല്ലോ എന്റെ വിധി. വെല്ലിമ്മേ ചെല്ല. നിങ്ങളെ ഒരു നരകത്തിലേക്കും കൊണ്ടുപോകാനല്ല,
അമ്മ വന്നത്. അറിഞ്ഞുകൊണ്ട് ഒരു ദോഷവും നിനക്ക് വരാൻ അമ്മ ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ ജൂഡിന്റെ ജീവൻ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ഞാൻ അതിനൊരു കാരണക്കാരിയായെങ്കിൽ അതിനൊരു പ്രായശ്ചിത്തമായിട്ടെങ്കിലും നിന്റെ നല്ലത് മാത്രം ആഗ്രഹിച്ചിട്ടുള്ള അമ്മയായി പറയുന്ന ഇങ്ങതാ. ഇവനെ ഞാൻ നോക്കിക്കൊള്ളാം, പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഇതുവരെ അപ്പുന്റെ കെയറിങ്, അപ്പുന്റെ കുഞ്ഞിന്റെ കെയറിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഗോഡൌണിൽ കൊണ്ടുവന്ന് തട്ടേക്കായിരുന്നു. അപ്പു പോയി കഴിഞ്ഞപ്പോഴേക്കും മീനുന്റെ കയ്യും കാലും ഒടിഞ്ഞ് ഈ പരുവത്തിലായി. ചുരുക്കത്തിൽ ആഹാരവും ഉണ്ടാക്കി അടുക്കളയിൽ അടിഞ്ഞു കിടക്കാനാ എന്റെ വിധി. നിഖിൽ പറഞ്ഞു പറഞ്ഞേ എന്നെ അങ്ങ് വികലാംഗയാക്കണ്ട. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റും. മതിയേ. അപ്പു, അത് വല്യമ്മയുടെ ഫോണല്ലേ, എടുത്തു കൊടുക്ക. ഹലോ ബദ്രേച്ചി, ഞാൻ ആമിയാണ്, അഭിരാമി. ആ, എന്താ? ബദ്രേച്ചി ഇപ്പൊ എവിടെയാ? ഞാൻ അപ്പുനെ മോളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാ. ഓ, അത് നന്നായി. ഞാൻ കോടതി കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചതാ. നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആവില്ല. എനിക്ക് മനസ്സിലായി. ഇനി ശരിക്കും കെയർഫുൾ ആവേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. എന്നാലേ വിചാരിച്ച പോലെ ഫലം ഉണ്ടാവും. അല്ലെങ്കിൽ ശ്രീരാമിന്റെ കാര്യങ്ങൾ വീണ്ടും കുഴപ്പമാവും. പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാനുണ്ട്. ഞാൻ വീട്ടിലേക്ക് വരാം. നാളെ ബദ്രേച്ചി ഫ്രീ ആയിരിക്കുമോ? ആ, ഞാൻ നാളെ കാണും അവിടെ. ശരി, അപ്പൊ ഞാൻ നാളെ അങ്ങോട്ട് ഇറങ്ങിയേക്കാം. ബൈ. ശരി, ബൈ. അഭിരാമി വക്കീലായിരുന്നല്ലേ? ആ, അവരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഡൽഹിയിലൊക്കെ അവർക്ക് നല്ല പേരാ. ശ്രീറാമിന്റെ ആളല്ലേ? എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇതിനേക്കാൾ പേരുള്ള പല വക്കീലന്മാരെയും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീറാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഒരു കേസിൽ നിന്നും ആരും രക്ഷപ്പെടുമെന്ന്. ഇന്ന് ബുധനാഴ്ച, 2 രാത്രികളും 2 പകലുകളും കഴിഞ്ഞുള്ള ആദ്യ വെള്ളിയാഴ്ച കുർബാന കഴിഞ്ഞുള്ള രാത്രി.
ഹലോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ എന്തായി? ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ എടുത്തില്ല. നിങ്ങളുടെ മോഡസന്തതിയെ വിളിച്ചോണ്ട് വന്നോ? വന്നു. ഇപ്പോ വീട്ടിലുണ്ട്. എനിക്കറിയാം നിങ്ങളത് ചെയ്യുമെന്ന്. നിങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഇനി നിങ്ങൾ വേറൊന്നും അറിയണ്ട. ഞാൻ പറയാം. ഇന്ന് ബുധനാഴ്ച 2 രാത്രികളും 2 പകലുകളും കഴിഞ്ഞുള്ള ആദ്യ വെള്ളിയാഴ്ച കുർബാന കഴിഞ്ഞുള്ള രാത്രി നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുക്കള വാതിൽ ചാരരുത്. മനസ്സിലായോ? എനിക്ക് പറഞ്ഞുറപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്തു. ഇനി എനിക്ക് വിട്ടു തന്നേക്ക്. എനിക്ക് അവകാശപ്പെട്ടതാ ജീവൻ. പക്ഷെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും എന്റെ മോളും അവളുടെ കുഞ്ഞും ഒരു ശല്യമായിട്ട് വരില്ല. ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ വിട്ടൂടെ? എന്താ പറഞ്ഞേ? കേട്ടില്ല. ആരും ഒന്നും അറിയില്ല. എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ആ രഹസ്യം മൂന്നാമതൊരാൾ ഇനി അറിയില്ല. അപ്പോ സേവിച്ചെന്റെ ചേട്ടന്റെ മകളാണെന്നുള്ള കാര്യം ഞാൻ ആരോടും പറയില്ല. ആരോടും. സ്വത്തിന്റെ പങ്കു ചോദിച്ച് ആരും വരില്ല. എന്റെ നാവിന്ന് ആരും അറിയാൻ പോകുന്നില്ല. പ്ലീസ് വിശ്വസിക്ക്. നിങ്ങൾ എന്ന് തൊട്ടായി കളം മാറ്റി ചവിട്ടാൻ തുടങ്ങി. ആ കുഞ്ഞിന്റെ ജീവൻ ഞാൻ എടുക്കും. എന്റെ പൊടിമോന്റെ ജീവൻ നിങ്ങൾ എടുത്തില്ലേ? അപ്പോ ഈ കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ എനിക്ക് ആരോടും ചോദിക്കണ്ട. ഞാനതെടുക്കും. അതെന്റെ അവകാശമാണ്.